നമസ്കാരം. എന്തായാലും സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻറ്റർ, വാച്ച്മാൻ, LGS, സെക്യൂരിറ്റി ഗാർഡ് എന്നിവയുടെയാണ്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 189/2023 ആണ്. ഈ വരുന്ന LP-UP എക്സാംസ്, LGS അതുപോലെ LDC ഒക്കെ പ്രയോജനം ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇത്. നമുക്ക് നോക്കാം, റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് ശരി. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെക്സ്റ്റ് 1, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ 4 മാത്രമാണ് തെറ്റായ. സി, ഓപ്ഷൻ സി, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് 1, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം? റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം? ഇതിൽ പറഞ്ഞേക്കുന്നതിൽ 1ഉം 4ഉമാണ്. സത്യപാൽ മല്ലിക് ആൻഡ് സൈഫുദ്ദീൻ കിച്ലുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ വരുന്നത്. സത്യപാൽ മല്ലിക്, സൈഫുദ്ദീൻ കിച്ലു. നെക്സ്റ്റ് 1, പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസിൽ ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഗാന്ധിജി കിറ്റ് ഇന്ത്യ, ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി. 1 മാത്രം, അത് ക്രിപ്സ് മിഷനുമായിട്ടാണ്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് പറയുന്നത് ക്രിപ്സ് മിഷൻ, ഗാന്ധിജിയുടെ ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് 1, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപ സമയത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപ കാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഡൽഹിയിലാണ് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. നെക്സ്റ്റ് 1, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണ്. മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എവിടെയാണ്? ഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. മലയാളിയാണ് ദാക്ഷായണി വേലായുധൻ. ഇനി ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങൾ. മാഗ്ന കാർട്ട മൗലിക അവകാശങ്ങൾ ആണ്. നെക്സ്റ്റ് 1, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ഓപ്ഷൻസിൽ വിദ്യാഭ്യാസം, ജലസേചനം, ആരോഗ്യം, റെയിൽവേ എന്നിവയുണ്ട്. അതിൽ റെയിൽവേ ആണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? PB സാവന്ത്. PB സാവന്താണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത്. നെക്സ്റ്റ് 1, വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? ഓപ്ഷൻസിൽ ദർശനമാല, നവമഞ്ചരി, ആദിഭാഷ, അരുൾനൂൽ എന്നിവയുണ്ട്. അതിൽ അരുൾനൂൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അരുൾനൂലാണ് വൈകുണ്ഠസ്വാമിയുടെ രചന എന്ന് പറയുന്നത്. അരുൾനൂലാണെന്ത്? വൈകുണ്ഠസ്വാമിയുടെ രചന. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ 2 മാത്രമാണ്. ഇവിടെ ഈ വേലുത്തമ്പിയുടെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് LP-UP സിലബസിൽ തന്നെയുള്ളതാണ്. വേലുത്തമ്പിയെക്കുറിച്ച് മാത്രം പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തത് കൂടി. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം മീൻസ് മാത്യു തരകരെ സംരക്ഷിച്ചു. അതാണ് ചരാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിൽ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രം. അതായത് ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത്. മാർത്താണ്ഡവർമ്മയും LP UPയുടെ സിലബസിൽ ഉള്ളതാണ്. UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കരുതാം. നെക്സ്റ്റ് വൺ, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 3ഉം. 1 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. 3 മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. നെക്സ്റ്റ്, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിച്ച രാജ്യം ഖത്തറാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് അംഗീകരിച്ചിരുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ഏതായിരുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തുടർന്നു കൊണ്ടുപോയത്. നെക്സ്റ്റ് വൺ, ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആൻസർ ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. PC മഹലനോബിസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്തായിരുന്നു? ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്തായിരുന്നു? ഏത് വിപ്ലവത്തിലൂടെയായിരുന്നു? ഹരിത വിപ്ലവത്തിലൂടെയായിരുന്നു. സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവത്തിലൂടെയായിരുന്നു. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൽ രാഷ്ട്രീയ കാരണം എന്തായിരുന്നു? 1962 ഇൻഡോ ചൈന യുദ്ധത്തിൽ രാഷ്ട്രീയ കാരണം എന്തായിരുന്നു? ആൻസർ ദലൈലാമയ്ക്ക് അഭയം കൊടുത്തതായിരുന്നു. ഇൻഡോ ചൈന യുദ്ധത്തിന് രാഷ്ട്രീയമായ കാരണം എന്തായിരുന്നു ചോദിച്ചാൽ ദലൈലാമയ്ക്ക് അഭയം നൽകിയതായിരുന്നു. 1962 ഇൻഡോ ചൈന, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന് ഉണ്ടായ രാഷ്ട്രീയ കാരണം ദലൈലാമ. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 14. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണ്? ഉർജിത് ആർ പട്ടേൽ. 2016 ഉർജിത് ആർ പട്ടേൽ. ഇവിടെ പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്നറിയാമല്ലോ. ഇനി ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഇന്ത്യയിലെ ഋതുക്കളെ അടിസ്ഥാനപ്പെടുത്തി മെയ് ജൂൺ മാസങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഗ്രീഷ്മകാലം എന്നാണ് അറിയപ്പെടുക. മെയ് ജൂൺ കാലങ്ങളിലെ കാലാവസ്ഥ ഗ്രീഷ്മകാലമെന്ന് അറിയപ്പെടുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര തരംതിരിക്കാം? 3 തരംതിരിക്കാം. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. ഓക്കെ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ മറയൂരിൽ കാണപ്പെടുന്നു. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ മറയൂർ കാണപ്പെടുന്നു. അവിടെ ചന്ദന മരങ്ങൾ ഓർക്കുക, അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ഓർത്താൽ ഉഷ്ണമേഖല വരണ്ട് ഇല പൊഴിയുന്നു. അത് ഓർത്ത് നമുക്ക് ആ ഒരു ക്ലൂ കിട്ടും. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ മറയൂരിൽ കാണപ്പെടുന്നു.
കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ജനസാന്ദ്രത കുറഞ്ഞ ജില്ല അല്ലേ? ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബാമർ എന്ന സ്ഥലം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറാണ്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. വിളകൾക്ക് വൈവിധ്യം, വ്യത്യാസങ്ങൾ അല്ലെ, പലതരം വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം. വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി PG. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള ചുരം അലട്ടി ചുരം. വടക്കേ അറ്റമാണ് അലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ്? പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. ദിനാന്തരീക്ഷ സ്ഥിതിയിലാണ് തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് ഏത്? സിറസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ മലയാളി PT ഉഷ. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ മലയാളി PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടൽ. സുന്ദരവനം, സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യത്തെ ജില്ല ഏതാണ്? കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആര്? ഏത് വ്യക്തിയാണ്? ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രം. അപ്പോൾ തങ്ങൾ ആദ്യമുള്ള കാര്യങ്ങളാണത്, സ്വാതന്ത്ര്യത്തിൻ്റെ സമയങ്ങളിലുള്ള കാര്യങ്ങളാണത്. ജവഹർലാൽ നെഹ്റുവാണ് പറയുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ആശയങ്ങൾ ഏതെല്ലാം? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിലേക്ക് മതേതരത്വം, സ്ഥിതിസമത്വം എന്നിങ്ങനെയുള്ളവ ചേർക്കപ്പെട്ടത്. ആശയങ്ങൾ. നെക്സ്റ്റ് വൺ, മൈക്കൽ ആഞ്ചലോയുടെ ലിയാപാത്തി എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. മൈക്കലാഞ്ചലോയുടെ മൈക്കലാഞ്ചലോയുടെ ലാപ്പിയാത്തെ എന്ന ശില്പത്തിൻ്റെ മലയാള അർത്ഥം കരുണ എന്നാണ്. ലാപ്പിയാത്തെ മീൻസ് കരുണ എന്നാണ്. മൈക്കലാഞ്ചലോയുടെയാണ് ലാപ്പിയാത്തെ, അതിൻ്റെ അർത്ഥം എന്താണ്? കരുണ. മൈക്കലാഞ്ചലോ ലാപ്പിയാത്തെ മീൻസ് കരുണ. ഇനി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നതാണ്. ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്
അൽ റിഹ്ല 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേരെന്തായിരുന്നു? അൽ റിഹ്ല. അപ്പോൾ അൽ റിഹ്ല എന്ന ഫുട്ബോൾ കൊണ്ടാണ് അവർ കളിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി. ഓക്കെ, അത് കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി. നെക്സ്റ്റ് വൺ, മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറുവാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ ബി ആണ് 2ഉം 4ഉം. ശരീര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക ഏതിൻ്റെയാണ്? പാവൽ. പ്രിയങ്ക പാവൽ എന്ന സങ്കരയിനത്തിൻ്റെ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാട് ഇരവികുളം. വരയാട് ഇരവികുളം. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിതസസ്യങ്ങൾ. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ആവാസ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. 2021 പരിസ്ഥിതി സന്ദേശമാണ് ആവാസ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. സാൾസ് രോഗം ഏതിനെ ബാധിക്കുന്നു? ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അന്തരീക്ഷം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലിൽ. നിർമ്മിച്ച് അളന്നതാണ് ടോറിസെല്ല്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ ഉപയോഗിക്കുന്ന ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമാനുവൽ ഷാർപെൻറ്റിയ. ഇമാനുവൽ ഷാർപെൻറ്റിയ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. മ്യൂക്കോർമൈക്കോസിസ് എന്തിന് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ. COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ കോവാക്സിൻ. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന രോഗമാണ് കോളറ. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഏതാണ്? താലോലം. അവിടെ 18 വയസ്സിന് താഴെയാണെങ്കിൽ താലോലം നോർക്കുക. ജീവകം എ അടങ്ങിയ പദാർത്ഥം ഏതാണ്? ചീര. മന്ത് പരത്തുന്ന ജീവി കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് വരുമ്പോൾ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറയുന്നു. ഏത് രോഗാണുവും പെട്ടെന്ന് കയറി ആക്രമിക്കുന്നു. സാർവിക ദാതാവ് ആരാണ്? O ഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ്? മെഡിസപ്പ്. ജീവകം സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ ഏതാണ്? ദിശ. മാർഗനിർദ്ദേശം, ദിശ എന്ന് ഓർക്കാം. മാർഗനിർദ്ദേശം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം കൊടുക്കുന്ന പദ്ധതിയാണേത്? ഹെൽപ്പ് ലൈൻ പദ്ധതിയാണേത്? ദിശ. മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതായിരുന്നു? സ്നേഹ സ്വാന്തനമാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ LP UPക്ക് സിലബസിനോട് സാമ്യമുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് വാച്ചിങ് ഇറ്റ്.